DD റിയ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PG വിദ്യാർത്ഥികൾക്കുള്ള ഇന്ദിരാഗാന്ധി സിംഗിൾ ഗേൾ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ. വീഡിയോയിലേക്ക് പോകാം. ഇന്ദിരാഗാന്ധി സിംഗിൾ ഗേൾ സ്കോളർഷിപ്പ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ 1ാം വർഷത്തിൽ പഠിക്കുന്ന കുടുംബത്തിലെ ഏക പെൺകുട്ടിയായ വിദ്യാർത്ഥികളെയും അവരുടെ പഠനത്തിൽ പിന്തുണ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണിത്. ഈ സ്കോളർഷിപ്പ് അംഗീകൃത സർവകലാശാലകളിലോ കോളേജുകളിലോ പഠിക്കുന്ന അക്കാദമിക് പ്രോഗ്രാമുകൾക്കായി പ്രതിവർഷം 36,200 രൂപ എന്ന സാമ്പത്തിക ഗ്രാന്റ് നൽകുന്നു. PG കോഴ്സുകൾക്കുള്ള ഈ സ്കോളർഷിപ്പ് പ്രത്യേകിച്ച് കുടുംബത്തിലെ ഏക പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സഹായിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത്. ബന്ധപ്പെട്ട അപേക്ഷകൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സ്വീകരിക്കുന്നതാണ്. അപേക്ഷ www.ugc.ac.in എന്ന ലിങ്ക് വഴി സമർപ്പിക്കാവുന്നതാണ്. UGCയുടെ പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവിവാഹിതരായ പെൺകുട്ടികളെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ പഠിപ്പിക്കാനും അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുക. കുടുംബ ആസൂത്രണ മാർഗനിർദ്ദേശങ്ങളുടെ പ്രാധാന്യം അംഗീകരിക്കുക. ഈ സ്കോളർഷിപ്പിനായി അപേക്ഷകർ പ്രവർത്തനകാലം ആരംഭിച്ച ശേഷമുള്ള അപേക്ഷാ കാലയളവിൽ ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന അപേക്ഷിക്കണം. പ്രതിവർഷം 3000 പുതിയ സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുകയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി വിതരണം ചെയ്യുകയും ചെയ്യും. ഫെലോഷിപ്പ് മൂല്യം UGC ഒരു ബിരുദാനന്തര പ്രോഗ്രാമിൻ്റെ കാലയളവിൽ പ്രതിവർഷം 36,200 രൂപ നൽകും. ഇത് 2 വർഷത്തേക്കുണ്ടാകും. പ്രതിവർഷം 3000 പുതിയ സ്കോളർഷിപ്പുകൾ DBT വഴി അനുവദിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യും. അപേക്ഷകർക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം. ഒറ്റ പെൺകുട്ടി. അപേക്ഷകൻ കുടുംബത്തിലെ ഏക പെൺകുഞ്ഞായിരിക്കണം. സഹോദരന്മാരില്ലാത്ത സ്ത്രീ, പണ്ഡിതർക്കോ ഇരട്ടകളോ സഹോദരി സഹോദരന്മാരോ ആയ സ്ത്രീകളെ അപേക്ഷിക്കാൻ സ്വാഗതം ചെയ്യുന്നു. പ്രായപരിധി. അപേക്ഷകർ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൻ്റെ ആദ്യ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ 30 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ എൻറോൾമെൻറ്റ്. അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിലോ കോളേജിലോ സാധാരണ മുഴുവൻ സമയ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ആദ്യ വർഷത്തിൽ എൻറോൾ ചെയ്തിരിക്കണം. കോഴ്സ് ശൈലി. അപേക്ഷകർ നോൺ വൊക്കേഷണൽ അക്കാദമിക് കോഴ്സുകളിൽ പഠിക്കണമെന്നും ഫിസിക്കൽ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്നും വേണം. വിദൂര പഠനത്തിൻ്റെ ഒഴിവ്. അപേക്ഷകർ വിദ്യാഭ്യാസം വിദൂര പഠന രീതിയിൽ നേടുന്നവരാകരുത്. സ്കോളർഷിപ്പ് വിദൂര പഠനം അല്ലെങ്കിൽ ഓൺലൈനായുള്ള പ്രോഗ്രാമുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. ഡീംഡ് സർവകലാശാലകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടിംഗ് ഇല്ലാത്ത ഡീംഡ് സർവകലാശാലകൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമല്ല. കുടുംബം. ഒരു മകൻ കൂടിയുള്ള കുടുംബങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ബാധകമല്ല. അത് ഒറ്റ പെൺകുട്ടിയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ്. ആവശ്യമായ രേഖകൾ: UIDAI ആധാർ കാർഡ്. UGC അംഗീകരിച്ച ഇന്ത്യയിലെ ഒരു അംഗീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ എൻറോൾമെൻറ്റിൻ്റെ സ്ഥിരീകരണം. ചേരുന്ന റിപ്പോർട്ട്. ഒറ്റ പെൺകുഞ്ഞിനെ സംബന്ധിച്ച നിയമപരമായ പ്രഖ്യാപനം. ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്. ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. യോഗ്യമായ അപേക്ഷകർ അപേക്ഷാ കാലയളവ് ആരംഭിച്ചതും UGC വെബ്സൈറ്റ് വഴി അറിയിപ്പുകൾ ലഭിച്ച ശേഷവും ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ എൻറോൾമെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപന ഓൺലൈനായുള്ള അപേക്ഷയുടെ ആധികാരികത സ്ഥിരീകരിക്കണം. ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ ആദ്യ വർഷത്തിൽ പ്രവേശിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ അല്ലെങ്കിൽ കോളേജുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് ചുമത്തിയിരിക്കരുത്. അർഹരായ എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളുടെയോ ജനസേവന കേന്ദ്രങ്ങളുടെയോ സഹായം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.